കർത്താവിന്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളെക്കുറിച്ച് നാം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് യോഹന്നാനോട് ആവശ്യപ്പെട്ട് യോഹന്നാൻ സ്വർഗത്തിൽ എടുത്തുള്ളപ്പെടുകയും സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നതും യോഹന്നാൻ കണ്ടു. മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെ 6-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തി നമുക്ക് നൽകുകയാണ്. എന്നാൽ അതിനു മുമ്പ് 4-5 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ സിംഹാസനവും ആ സിംഹാസനത്തിന് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ വെളിപ്പാട് യോഹന്നാൻ കൊടുത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കുകയായിരുന്നു, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് ദൈവം തന്റെ സിംഹാസനം കാണിച്ചതിന്റെ കാരണം സകലത്തെയും ഭരിക്കുന്ന ഒരു സിംഹാസനം ഉണ്ടെന്നും ആ സിംഹാസനം അനുവദിക്കാതെ യാതൊരു സംഭവങ്ങളും നടക്കുന്നില്ല എന്നും വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ കൂടെയും നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വളരെ സംഭവബഹുലമായ കാര്യങ്ങൾ ഭൂമിയിൽ നടക്കാൻ പോവുകയാണ്. മാനവരാശി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത അത്ര വലിയ ഭീകരമായ വിപത്തുകള് യേശുക്രിസ്തു പറഞ്ഞ പോലെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇതിനോട് ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടങ്ങൾ ഭൂമിയിൽ നടക്കുന്നത് 6-ാം അധ്യായം തുടങ്ങി വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഇനിയും ആ പഠനത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. എന്നാൽ അതിനു മുമ്പ് ദൈവം അവയെ നിയന്ത്രിക്കുന്ന ഒരു സിംഹാസനമുണ്ടെന്നും ആ സിംഹാസനത്തിന്റെ അനുവാദത്തോടും ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നുള്ളതും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ് 4-5 അധ്യായത്തിൽ. യോഹന്നാൻ സ്വർഗത്തിലേക്ക് എടുത്തുള്ളപ്പെട്ടു. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന കണ്ടു. ആ വാതിലിൽ പ്രവേശിച്ച യോഹന്നാന് അല്ലെങ്കിൽ സ്വർഗത്തിലെ കാഴ്ച കണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കുകയായിരുന്നു. ദൈവത്തിന്റെ സിംഹാസനം കണ്ടു. സിംഹാസനം ഇരിക്കുന്നവൻ എങ്ങനെയെന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. ആ സിംഹാസനത്തിന് ചുറ്റിലും വില്ലുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. ഇനി നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ 6 തൊട്ടുള്ള വാക്യമാണ്. സിംഹാസനത്തിന് മുമ്പിൽ പളിങ്ങിനൊത്ത കണ്ണാടിക്കടൽ, അത് നമ്മൾ ഓർത്തു. സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. 4 ജീവികളിലും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആരാധനയാണ് പിന്നീട് നമുക്ക് വെളിപ്പെടുത്തുന്നത്. വചനത്തിൽ വളരെയധികം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ച കെരൂബുകളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ. ഇവിടെ കെരൂബുകൾ എന്ന് എഴുതിയിട്ടില്ല, എന്നാൽ ഇവിടെ 4 ജീവികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ പലപ്പോഴും സ്വർഗീയ ദർശനങ്ങളെ, സ്വർഗീയ സീൻ വെളിപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ കെരൂബുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ 4-5 അധ്യായങ്ങളിൽ തന്നെ അവ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവ എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ ദൈവ സിംഹാസനത്തോട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും ഞാൻ സിംഹാസനത്തിന്റെ 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും എന്ന് പറയുമ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ ദൈവ സിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവികളാണിവ. 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ 14ആണെന്ന് തോന്നുന്നു, നമ്മൾ വീണ്ടും അവയെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ ദൈവിക സിംഹാസനത്തോട് ചേർന്നാണ് ഈ ജീവികളെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. ഈ ജീവികളെ കുറിച്ച് വീണ്ടും നമ്മൾ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും ശ്രദ്ധിക്കുമ്പോൾ അവയ്ക്ക് 6 ചിറകും അവയ്ക്ക് ചുറ്റും കണ്ണുകൾ ഉണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഈ 4-5 അധ്യായങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 11, അതുപോലെ 19-ാം അധ്യായത്തിന്റെ 4 ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ അവ ദൈവത്തെ തുടർമാനമായി സ്തുതിച്ചും ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അവയ്ക്കുള്ള ചില ശുശ്രൂഷകളെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കുഞ്ഞാട് മുദ്രയിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. 3-ാം വാക്യം, 5-ാം വാക്യം, 7-ാം വാക്യം. വരുന്ന ന്യായവിധിയുടെ പ്രകടനം വിളിച്ചു പറയുന്നു ഈ ജീവികൾ. 15-ന്റെ 7-ാം വാക്യത്തിലും 15-ന്റെ 7-ാം വാക്യത്തിലും അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശമ 7 ദൂതന്മാർക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു, ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രസ്താവിക്കുകയും അതോടുള്ള ബന്ധത്തിൽ ചില ഫങ്ഷൻസ് നിർവഹിക്കുകയും ചെയ്യുന്ന ജീവികളാണ് ഇവയെന്നുള്ളത് ബൈബിൾ വെളിപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഇവയെക്കുറിച്ച് ഏറ്റവും അധികം വെളിപ്പാട് ലഭിച്ചിരിക്കുന്ന പുസ്തകം എസെക്കിയേലിന്റെ പുസ്തകമാണ്. ഇവിടെ ഒന്നും നമ്മൾ കെരൂബുകളാണ് ഇവയെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ എസെക്കിയേലിന്റെ പുസ്തകത്തിലും നമുക്ക് ഈ ദർശനം കിട്ടുന്നുള്ളൂ. കെബാർ നദീതീരത്ത് വെച്ച് പ്രവാചകനായ എസെക്കിയേലിന് ദൈവം കൊടുത്ത വെളിപ്പാടിൽ 1-ാം അധ്യായത്തിൽ പല പ്രാവശ്യം
ഈ ജീവികളെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും തുറന്നുള്ള ഭാഗങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്ന പോലെ തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഓരോന്നിന് 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. വളരെയധികം വാക്യങ്ങളുണ്ട് അതുള്ള ബന്ധത്തിൽ. 10-ാം വാക്യത്തിൽ അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4 വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4 കഴുമുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അതിന്റെ 22-ാം വാക്യം 22 ജീവനുടെ തലയ്ക്കുമീതെ ഭയങ്കരമായ ഒരു പളുങ്ക് പോലെയുള്ളൊരു വിധാനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. അതാ അവയുടെ തലയ്ക്ക് മീതെ വിരിച്ചിരുന്നു. 26-ാം വാക്യം അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപം, സിംഹാസനത്തിന്റെ രൂപത്തിന് മേൽ മീതെ മനുഷ്യ സാദൃശ്യത്തിലുള്ള രൂപം ഉണ്ടായിരുന്നു. ഇത് ദൈവിക സിംഹാസനത്തോട് അടുത്ത് നിൽക്കുന്ന ഈ ജീവികളെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നോക്കി, അവയ്ക്ക് ചക്രങ്ങളും അടുത്തടുത്ത കണ്ണുകളും ഉണ്ടെന്ന് പറയുന്നു. അവയുടെ വട്ട് പൊക്കമേറിയതും ഭയങ്കരവുമായിരുന്നു. 4 വട്ടുകൾക്ക് ചുറ്റും അടുത്തടുത്ത് കണ്ണുകൾ ഉണ്ടായിരുന്നു. ചക്രത്തിനകത്ത് ചക്രം എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇപ്പോഴൊക്കെ ഈ TV ട്രോളി തെല്ലിക്കൊണ്ട് പോകുമ്പോൾ ആ ട്രോളി എങ്ങോട്ട് വേണമെങ്കിലും അത് തള്ളാൻ സാധിക്കും. അതുപോലെയുള്ള ഒരു ചക്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സിംഹാസനത്തിന്റെ ചക്രം. ഒരു ചക്രത്തിന്റെ അകത്തൊരു ചക്രം, വട്ടുപോലെയുള്ള ചക്രം, ഏത് ദിശയിലോട്ടും തിരിക്കാവുന്ന ചക്രം. മാത്രമല്ല ഈ സിംഹാസനത്തിൽ നമ്മൾ ഈ ജീവികളുള്ള ബന്ധത്തിൽ വായിക്കുന്നു, അവയ്ക്ക് അടുത്തടുത്ത കണ്ണുകൾ ഉണ്ടായിരുന്നു. 10-ാം അധ്യായം കൂടെ ഒന്ന് നോക്കാം. എസെക്കിയേൽ പ്രവചനം 10-ാം അധ്യായം. എസെക്കിയേൽ 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. 10:20 ഇത് ഞാൻ ഖേബർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകളെന്ന് ഞാൻ ഗ്രഹിച്ചു. ഇതിന്റെ വെളിപ്പാടുകൾ കൊടുത്തിട്ട് വെളിപാട് പുസ്തകത്തിലോ മുമ്പൊന്നോ ഇവ എന്താണെന്ന് പറയുന്നില്ലേ. ഇവിടെ നമ്മൾ വായിക്കുന്നു അവ കെരൂബുകളാണ്. 22-ാം വാക്യം അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ ഖേബാർ നദീതീരത്ത് വെച്ച് കണ്ട മുഖങ്ങൾ തന്നെ ആയിരുന്നു. അവയുടെ ഭാഷയും അവയൊക്കെയും തന്നെ. അവ ഓരോന്നും നേരെ മുമ്പോട്ട് തന്നെ പോകും. അവ വീണ്ടും ഈ ജീവികളെ കുറിച്ച് പറയുകയാണ്. ഇവ കെരൂബുകളാണ്. പഴയ നിയമത്തിൽ നമുക്ക് ദൂതഗണങ്ങളുടെ വൃന്ദങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ജീവിയാണ് കെരൂബുകൾ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ അവിടെ മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ സെറാഫുകൾ. സെറാഫുകളല്ല ഈ കെരൂബുകൾ. എന്നാൽ ഇവ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. സെറാഫുകളെ കുറിച്ച് യെശയ്യാവ് മാത്രം വെളിപ്പെടുത്തുമ്പോൾ കെരൂബുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ 90 പ്രാവശ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ദീർഘമായി ഇവയെക്കുറിച്ച് പഠിക്കുവാൻ കഴിയും. ഹാൻലി ബേർഡ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ കെരൂബുകൾ എന്ന ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. കെരൂബുകൾ എന്ന പുസ്തകം. ഇതിനെക്കുറിച്ച് വളരെ വിപുലമായ ഒരു പഠനമുണ്ട്. ഇതിന്റെ രക്തചുരുക്കം ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്വർഗീയ സൃഷ്ടിയാണ് കെരൂബുകൾ. ദൈവത്തിന്റെ നീതി, വിശുദ്ധി, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നേരെ കാണുകയും അതുകൊണ്ടവ യാതൊരു മടിയുമില്ലാതെ എന്ന് മാത്രമല്ല ക്ഷീണമില്ലാതെ അവ ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യെശയ്യാവ് 6-ലും സെറാഫുകളെ കുറിച്ച് വായിക്കുന്നു. രാപ്പകൽ വിശ്രമം കൂടാതെ അവ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളതാ കണ്ടത്. അവ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവയുടെ ഫ്ലേമിംഗ് സീൽ ഫോർ വർഷിപ്പിംഗ് ആൻഡ് സെർവിങ് ഓഫ് ഗാഡ്. സെറാഫിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബേണിംഗ് വൺ എന്ന എരിയുന്നവൻ എന്നാണ്. സെറാഫിം എന്ന വാക്കിന്റെ അർത്ഥം എരിയുന്നവൻ. ഈ കെരൂബുകളും ഏകദേശം അതുപോലെ തന്നെ ദൈവത്തെ എരിയുന്ന ഉത്സാഹത്തോടുകൂടെ ആ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നു. കാരണം എന്നാ? അവ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ ഒരുപാട് വെളിപ്പാടുകൾ തന്നിട്ടുണ്ട്. അവയെല്ലാം ഒരു പഠന വിഷയമല്ല. ശലോമോന്റെ ദേവാലയത്തിൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ 1 രാജാക്കന്മാർ 6:23 തൊട്ടുള്ള വാക്യങ്ങളിൽ ദേവാലയത്തിൽ ഈ കെരൂബുകളെ ഉണ്ടാക്കി വെച്ചിരുന്നു. പഴയ നിയമ സമാഗമന കൂടാരത്തിന്റെ തിരശ്ശീലയിലും മുകളിലുള്ള തിരശ്ശീലയും അകത്തെ തിരശ്ശീലയിലെ കെരൂബുകളെ ഉണ്ടാക്കി വെച്ചിരുന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ട പെട്ടകത്തിൽ 2 കെരൂബുകളെ ഉണ്ടാക്കി വെച്ചിരുന്നു. അവിടെയെല്ലാം നമുക്ക് വെളിപ്പെടുത്തുന്നത് ദൈവം വെളിപ്പെടുന്ന അതിപരിശുദ്ധ സ്ഥലം, ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തിന്റെ ആലയം, അവിടെയൊക്കെ ഈ കെരൂബുകളെ വെളിപ്പെടുത്തുമ്പോൾ സ്വർഗീയമായതിന്റെ നിഴലും ദൃഷ്ടാന്തവുമായിരുന്നു ഈ സമാഗമന കൂടാരം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഓർത്തതാണ്. അപ്പോൾ സ്വർഗത്തിന്റെ പ്രതിച്ഛായയായ അതിന്റെ ആ പ്രതിബിംബമായ ഈ ഭൂമിയിൽ പണിതിരിക്കുന്ന ഈ സമാഗമന കൂടാരത്തിലും ദൈവസിംഹാസനത്തിൽ ദൈവം വെളിപ്പെടുന്ന ആ പെട്ടകത്തിലും
ദൈവം വെളിപ്പെടുന്ന ഇടത്തിലും ഈ കെരൂബുകളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിലും അവന്റെ സിംഹാസനത്തോട് അടുത്താണ് അവയെ കാണുന്നത്. ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവികളാണ് ഈ കെരൂബുകൾ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവത്തെ പലപ്പോഴും പഴയ നിയമത്തിൽ ആരാധിക്കുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2 രാജാക്കന്മാർ 19:15, സങ്കീർത്തനങ്ങൾ 80:1, 99:1, യെശയ്യാ 37:16 ഇവിടെയൊക്കെ കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. സങ്കീർത്തനം 18:10 അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു എന്ന് വായിക്കുന്നു. എസെക്കിയേലിൽ നമ്മളതാണ് കാണുന്നത്. ദൈവത്തിന്റെ സിംഹാസനം നീങ്ങുന്ന സിംഹാസനം, പറക്കുന്ന സിംഹാസനം. ആ സിംഹാസനം ഈ ജീവികളുടെ പുറത്ത് വിധാനത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യമുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവികളാകിയാൽ അവയുടെ ആരാധനയും അവയുടെ രാപ്പകൽ വിശ്രമമില്ലാതെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ശീലം വാസ്തവത്തിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇനി നമുക്ക് അതിന്റെ 6-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ ആ സിംഹാസനത്തോടുള്ള ബന്ധത്തിലേക്ക് 4 ജീവികൾ അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരുന്നു. ദൈവസിംഹാസനത്തോടുള്ള ബന്ധത്തിലാണ് അത് വെളിപ്പെടുത്തിയത്. സിംഹാസനത്തിന് നടുവിൽ, സിംഹാസനത്തിന്റെ ചുറ്റിലും നമുക്ക് ഫുൾ ഓഫ് ഐസ് ഇൻ ഫ്രണ്ട് ആൻഡ് ബിഹൈൻഡ്. ഞാനിത് കഴിഞ്ഞ ദിവസം ഓർത്തപ്പോൾ എന്തുകൊണ്ടാണ് ഈ കണ്ണുകൾ അതിന്റെ ചുറ്റുമുള്ളതെന്ന് ഞാൻ ഓർക്കുകയുണ്ടായി. അത് പ്രത്യേകം നമുക്കറിയാം, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്, സവിശേഷതകൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് ഒമിനീഷ്യൻ ഗോഡ്, അതായത് സർവജ്ഞാനിയായ ദൈവം. ദൈവത്തിന്റെ സിംഹാസനം സർവജ്ഞാനിയായ ദൈവത്തിന്റെ സിംഹാസനമാണ്. ഒന്നും മറവില്ല. മനുഷ്യന്റെ കണ്ണുകൾ മുന്നോട്ടുള്ളത് കാണുന്നു. പുരുഷന്മാരെക്കാട്ടി കുറച്ചുകൂടെ വൈഡർ ആംഗിള് സ്ത്രീകൾക്ക് കാണാനായിട്ട് പ്രാപ്തിയുണ്ട്. അവരുടെ കണ്ണുകള് ഒരു 45 ഡിഗ്രി വരെ വളഞ്ഞു പോകുന്ന പറയുന്നത്. നമ്മുടെ കണ്ണുകള് പുരുഷന്മാർ നേരെ നോക്കുമ്പോൾ അവർക്ക് കണ്ണുപോലും മാറ്റാതെ പുരുഷന്മാർ കാണുന്നതിൽ കൂടുതൽ സ്ത്രീകൾക്ക് കാണുവാൻ കഴിയും. അവരുടെ കണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഏതായാലും അവർ നോക്കിയാലും പുറകിലുള്ളത് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവസിംഹാസനത്തോടുള്ള ബന്ധത്തില് ചുറ്റിലും കണ്ണുകളാ, എല്ലാം കാണാൻ കഴിയുന്നു. ഞാനിത് വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഞാൻ ഒരിക്കല് ബോംബെയിലെ എയർപോർട്ടിലാണെന്ന് നിൽക്കുമ്പോൾ ഒരു മന്ത്രിയോ മറ്റോ ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ഒരു മന്ത്രിയോ മറ്റോ വന്നിറങ്ങി. പെട്ടെന്ന് ബ്ലാക്ക് സ്യൂട്ട് ധരിച്ചിരിക്കുന്ന, ബ്ലാക്ക് ഒരു പ്രത്യേക ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന കമാൻഡോസ് തോക്കുകൾ പിടിച്ചുകൊണ്ട്, എനിക്ക് എന്തോന്നൊന്നും ആദ്യം പിടികിട്ടിയില്ല. ഇവർ ചാടി ഇറങ്ങി ഒരാൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് നോക്കുന്നു, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ പല ദിക്കിലാണ് നോക്കി നിൽക്കുന്നത്. എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഇതാണ് ബ്ലാക്ക് ക്യാറ്റ്സ് എന്ന് പറയുന്നത്. ഈ വലിയ VIPസിനെ കാവൽ ചെയ്യുന്ന ബ്ലാക്ക് ക്യാറ്റ്സ്. അവര് നേരെ നോക്കി പോലീസുകാരൊക്കെ പോകുന്ന പോലെ അല്ല പോകുന്നത്. ഒരുത്തൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട്, ഒരുത്തൻ അങ്ങോട്ട് നീക്കുമ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട്. അവർ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അവർ തിരിഞ്ഞും മറിഞ്ഞു നിൽക്കുമ്പോൾ ചുറ്റുമുള്ളിടത്ത് അവരുടെ കണ്ണുകൾ ചെല്ലുന്നു. അത് പല കമാൻഡോസ്, ഈ ബ്ലാക്ക് ക്യാറ്റ്സുകൾ അങ്ങനെ ഒരു VIP പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ പല ദിക്കിലും, എല്ലാ ദിക്കിലും ചെന്ന് അവർക്ക് സുരക്ഷിതത്വം കൊടുക്കുവാനാണ് അവരുടെ നിൽപ്പുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതും വീണ്ടും നമുക്കറിയാം, ആ കണ്ണുകൾ അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതിന് കാരണം എല്ലാം കാണുവാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ്. ദൈവത്തിന്റെ സിംഹാസനം, ആ ജീവികൾ അവയ്ക്ക് ചുറ്റും, അകത്തും പുറത്തും ചുറ്റും കണ്ണുകളാണ് എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണുകൾ എല്ലാം കാണും. ആ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. അവന്റെ കൺമുമ്പിൽ ഒന്നും മറഞ്ഞതില്ല. ഈ ജീവികൾ അതോടുള്ള ബന്ധത്തിൽ വളരെയധികം പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അവയ്ക്ക് 6 ചിറകുണ്ടെന്നും ഇവിടെ നമ്മൾ വായിച്ചു. 6 ചിറക്. കെരൂബുകളെ കുറിച്ച് പഠിക്കുമ്പോഴും 6 ചിറകുകൾ. 2 കൊണ്ട് അവ മുഖം മറയ്ക്കുകയാണ്, 2 കൊണ്ട് പാദം മറയ്ക്കുകയാണ്, 2 കൊണ്ട് പറന്നു നിൽക്കുകയാണ്. അവ ദൈവത്തിന്റെ മുഖത്തോട്ട് പോലും നോക്കാതെ ഒന്നൊന്നിനോട് നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അവ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇവിടെ വെളിപ്പെടുത്തി കിട്ടിയതും പഴയ നിയമത്തിൽ നമ്മൾ കണ്ടതും ഇവയ്ക്ക് 4 മുഖവും 4 വിധത്തിലുള്ളതാ. സിംഹത്തിന്റെ മുഖം, കാളയുടെ മുഖം, മനുഷ്യന്റെ മുഖം, പറക്കുന്ന കഴുകന്റെ മുഖം. എന്തിനാണ് ഈ 4 കാര്യങ്ങൾ, 4 ജീവികളെ അവിടെ പ്രതിനിധാനം ചെയ്തത്? വചനത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ 4 വാസ്തവത്തിൽ 4 ദിക്കിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരു കോമ്പസിന് 4 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ കോമ്പസിന് 4 പോയിന്റ്സ് ഉണ്ട്. ഓൾ ക്രിയേറ്റഡ് ബീങ്, അതായത് സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് 4. ഈ 4നോട് ചേർത്ത് തൃത്വം 3 കൂടെ ചേരുമ്പോൾ 7 വരും. അങ്ങനെയാണ് 7 പൂർണ്ണതയുടെ സംഖ്യ എന്ന് പറയുന്നത്. സൃഷ്ടിച്ചവനും അവന്റെ സൃഷ്ടിയും 3ഉം 4ഉം 7. 4 കോമ്പസ് ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ വായിച്ചപ്പോഴും ശ്രദ്ധിച്ചു, 4 ജീവികൾ. ആ 4 ജീവികൾ, ഒന്ന് കാള, സിംഹം, മനുഷ്യമുഖം, പറക്കുന്ന കഴുകൻ. സിംഹം നമുക്കറിയാം, നൊബിലിറ്റി,
ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത്. വൈശിഷ്ട്യം, മഹത്വം, അതിന്റെ പ്രൗഢി അത് കാണിക്കുന്നു. കാള വചനത്തിൽ അതിന്റെ ശക്തിയെ പ്രകടമാക്കുന്നു. കാളയുടെ ശക്തി. മനുഷ്യമുഖം ജ്ഞാനത്തെ പ്രകടമാക്കുന്നു. വൈസസ്റ്റ്, പറക്കുന്ന കഴുക്, സ്വിഫ്റ്റ്നെസ്, വേഗതയെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഈ 4 ജീവികളെ, നൊബിലിറ്റി, സ്ട്രെങ്ത്, വിസ്ഡം, സ്വിഫ്റ്റ്നെസ്, അപ്പോൾ ഇത് 4 ദൈവസിംഹാസനത്തോട് ചേർന്നിരിക്കുമ്പോൾ, ആ സമാഗമന കൂടാരത്തിലും ഈ ജീവികളെ വരച്ച് കാണിക്കുമ്പോൾ നമുക്ക് നോക്കാം, അവിടെ വാട്ട്സോവർ ഈസ് നോബ്ലസ്റ്റ്, സ്ട്രോങ്സ്റ്റ്, വൈസസ്റ്റ്, സ്വിഫ്റ്റസ്റ്റ് ഇൻ ആനിമേറ്റ് നേച്ചർ, ഇവയ്ക്കുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. പ്രപഞ്ചത്തിലുള്ള സകല മഹത്വവും ശ്രേഷ്ഠതയും ശക്തിയും ജ്ഞാനവും അതുപോലെ തന്നെ വേഗതയും ഈ ജീവികൾക്ക്, ദൈവസിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ജീവികൾക്കുള്ളപ്പോൾ ആ ദൈവത്തിന്റെ മഹത്വമാണ് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. അവരുടെ വിധാനത്തിന്റെ മുകളിൽ, ആ ജീവികളുടെ വിധാനത്തിന് മുകളിൽ അവന്റെ സിംഹാസനം. നമ്മൾ പഴയ നിയമത്തിൽ എസെക്കിയേലിലും മറ്റും വായിക്കുന്നു. വീണ്ടും നമുക്ക് ഈ ജീവികളെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവയ്ക്കുള്ള ചില ശുശ്രൂഷകളും ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 3:24 നീതിയോടുള്ള ബന്ധത്തിൽ ദേ ആർ മിനിസ്റ്റേഴ്സ് ഓഫ് റൈച്ചസ്നെസ്, ദൈവനീതിയുടെ ശുശ്രൂഷകന്മാരാണ്. ദൈവസിംഹാസനത്തിന്റെ കാവൽ മാലാഖമാരെ പോലെ ദൈവനീതിയുടെ ശുശ്രൂഷകന്മാരാണ്. തിളങ്ങുന്ന വാളുമായി ഏദനിലകത്തോട്ട് പ്രവേശിച്ച് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും കൂടെ മനുഷ്യൻ തിന്നാതിരിപ്പാൻ മനുഷ്യനെ അവിടെ തിളങ്ങുന്ന വാളുമായി നിൽക്കുന്നത് ഈ കെരൂബുകളാണ്. ദൈവനീതി നിവർത്തിക്കുന്ന ജീവികൾ. എസെക്കിയേലിന്റെ പുസ്തകത്തില് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ എസെക്കിയേൽ 10-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. എസെക്കിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ ഈ ജീവികളുള്ള ബന്ധത്തിൽ വീണ്ടും ദൈവം വെളിപ്പെടുത്തി തന്ന ശുശ്രൂഷ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എസെക്കിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ അതിന്റെ 7-ാം വാക്യം നോക്കിയാൽ, 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ഒരു കെരൂബ് കെരൂബുകളുടെ ഇടയിൽ നിന്ന് തന്റെ കൈ കെരൂബുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറേയെടുത്ത് ശനവസ്ത്രം ധരിച്ച അവന്റെ കയ്യിൽ കൊടുത്തു. അതിന്റെ 22 വരെയുള്ള വാക്യം വായിച്ചാൽ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ തീ കെരൂബുകൾ വാരിയെടുത്ത് കൊടുത്തിട്ട് മറുതലിക്കുന്ന ഇസ്രായേലിനെ ന്യായം വിധിക്കുവാൻ യെരുശലേമിന്റെ മേലോട്ട് എറിയുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ന്യായവിധി നടത്തുകയാണ് ഈ കെരൂബുകൾ. അവയുടെ ചിറകിന്റെ കീഴിൽ നിന്ന് കൈ ചെന്ന് തീ വാരിയെടുത്തിട്ട് കൊടുക്കുകയാണ്. എന്തിനാണ്? യെരുശലേമിന്റെ മേലോട്ട് എറിയുവാൻ. അത് യെരുശലേമിന്റെ മേലോട്ട് എറിഞ്ഞപ്പോൾ യെരുശലേമിന്റെ മേൽ ഭയങ്കരമായ ന്യായവിധി വരികയാണ്. രാജാക്കന്മാർ വന്ന് യെരുശലേമിനെ നശിപ്പിക്കുകയാണ്. യെരുശലേമിന്റെ മേൽ ന്യായവിധി വരിക. 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. 10-ാം അധ്യായത്തിൽ നമ്മൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, തിളങ്ങുന്ന വാളുമായി ഏദനിൽ കാവൽ നിൽക്കുന്ന കെരൂബ് യെരുശലേമിൽ ന്യായവിധി നടത്തുമ്പോൾ അവയെ ശിക്ഷിക്കുന്നതിന് മുമ്പ് തീ വാരിയെടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്ന കെരൂബ്. യെശയ്യാവ് നമ്മൾ വായിക്കുമ്പോഴും, യെശയ്യാവിന്റെ പ്രവചനം 6:6-7 വരെയുള്ള വാക്യത്തില് പ്രവാചകനായ യെശയ്യാവ് അയ്യോ ഞാൻ അശുദ്ധിയുള്ള മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസിംഹാസനത്തെ കണ്ട് കരയുന്ന മനുഷ്യനായി വന്നപ്പോൾ ആ സറാഫുകളിൽ ഒന്ന് കടന്നിയെന്ന് യാഗപീഠത്തിന്റെ തീയെടുത്ത് ആ പ്രവാചകന്റെ നാവിനെ തൊടുന്നതായി നമുക്ക് വായിപ്പാൻ സാധിക്കുന്നു. അപ്പൊ തീയെടുത്ത് അവിടെ 2 എസെക്കിയേലിലും യെശയ്യാവിലും ഈ കെരൂബുകളും സറാഫുകളും തീയെടുത്ത്, യാഗപീഠത്തിന്റെ തീയെടുത്ത് കൊടുക്കുന്നതായി വായിക്കുന്നു. ന്യായവിധി നടത്തുന്നു, ശുദ്ധീകരണം നടത്തുന്നു. നോക്കുക, ദൈവിക ആ സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ ഈ ജീവികൾ ചെയ്യുന്ന ശുശ്രൂഷ നമ്മൾ നോർത്തേ. ദൈവനീതി നടപ്പാക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യന്റെ നാവുകളെ ശുദ്ധീകരിക്കുവാൻ തീയെടുത്ത് തൊടുന്നു. ദൈവത്തോട് മറുതലിക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കുവാൻ യെരുശലേമിന്റെ മേൽ ആ തീയെടുത്ത് എറിയുവാനായിട്ട് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. ദൈവസിംഹാസനത്തിന്റെ കാവൽ മാലാഖമാരെ പോലെ ദൈവനീതിയും ദൈവത്തിന്റെ ശുശ്രൂഷകളും തികയ്ക്കുന്ന ജീവികളായിട്ട് നമുക്ക് ബൈബിളിൽ ഇവയെ കാണുവാൻ കഴിയുന്നു, ഈ കെരൂബുകളെ എന്നുള്ളത് ശ്രദ്ധേയമാണ്. 8-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞവരായി ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. മനുഷ്യരായി നമുക്ക് ചിന്തിപ്പാൻ പ്രയാസമാണ്. രാപ്പകൽ വിശ്രമം കൂടാതെ എന്ന് പറഞ്ഞാൽ their love and zeal in the worship of true God. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നതിലുള്ള അവരുടെ തീഷ്ണതയും സ്നേഹവും വെളിപ്പെടുകയാണ്. അവയ്ക്ക് വിശ്രമമില്ലാതെ രാവും പകലും അവ ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മള് യെശയ്യാവ് 6-ലും കാണുന്നതാണ്. ഇവർ 2 പേരും പറയുന്നത് പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ളതാണ്. ആദ്യം ഈ രണ്ട് ജീവികളും, കെരൂബുകളും സെറാഫുകളും പറയുന്നത് മനുഷ്യവർഗത്തിന് എന്ത് വെളിപ്പെടുത്തി? ദൈവത്തിന്റെ നേച്ചർ വെളിപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ജീവികൾക്ക് പറയാനുള്ളത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തിന്റെ പല സവിശേഷതകളുണ്ടെങ്കിലും അവയാദ്യം ശ്രദ്ധിച്ച് വിളിച്ചു പറയുന്നത് ത്രിയേക ദൈവം, തൃത്വത്തിന്റെ ആ വിശുദ്ധിയാണ് 3 പ്രാവശ്യം അവ ഏറ്റു പറയുന്നതെന്ന് ചിന്തിക്കുന്നു. 3-fold അഫർമേഷൻ സജസ്റ്റ് ദ ട്രിനിറ്റി ഓഫ് ദ പേഴ്സൺ ഓഫ് ഗോഡ് ഹെഡ് എന്ന് ഉള്ളത് ചിന്തിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ തൃത്വത്തോടുള്ള ബന്ധത്തിൽ ഈ 3 പ്രാവശ്യം വിശുദ്ധിയെക്കുറിച്ച് അവ പ്രഘോഷിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യെശയ്യാവ് 6-ാം അധ്യായത്തിലും ആ ജീവികളും പറയുന്നത് യഹോ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തെ ആരാധിക്കുമ്പോൾ അവയുടെ ആരാധനയിൽ ആദ്യം ദൈവത്തിന്റെ നേച്ചർ, പ്രകൃതിയെ അവിടെ പ്രഘോഷിക്കുകയാണ്. ഇത് നമ്മളെ വളരെയധികം പിടിച്ചു നിർത്തേണ്ട കാര്യമാണ്. രണ്ടാമത് അവ പറയുന്നത് ദൈവം വിശുദ്ധനാണെന്ന് മാത്രമല്ല, ദൈവം സർവശക്തനാണ്. അവിശുദ്ധിയുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. അവയൊക്കെ വിടുകയാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഹിസ് ബീയിങ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഹിസ് ഡീഡ്സ്. അവൻ ആരായിരിക്കുന്നു എന്നത് അവന്റെ സകല പ്രവൃത്തികളുടെയും അടിസ്ഥാനമാണ്. ദൈവം ഇടപെടുന്നത് വിശുദ്ധിയിലാണ്. ദൈവത്തിന്റെ അടുക്കൽ അടുക്കുമ്പോൾ വിശുദ്ധിയിലായിരിക്കണം. ദൈവം വിശുദ്ധനാണ്. അവനിൽ ഇരുട്ടൊട്ടുമില്ല. അവൻ അശുദ്ധിയോട് ഒരു ബന്ധവുമില്ല. ദൈവം നമ്മെ വിശുദ്ധന്മാരാക്കിയാണ് അവന്റെ സന്നിധിയോട് നമ്മെ അടുപ്പിച്ചത്. അതിനുവേണ്ടി അവന്റെ പുത്രന്റെ ചോരയൊഴുക്കേണ്ടത് ആവശ്യമായിരുന്നു. നമ്മുടെ പാപങ്ങളെ കഴുകി വെടിപ്പാക്കി വിശുദ്ധനായ ദൈവത്തോട് നമുക്ക് സംസർഗം തരുവാൻ അവന്റെ പുത്രന്റെ ചോരയൊഴുക്കേണ്ടത് ആവശ്യമായിരുന്നു. രണ്ടാമത് അവർ പറയുന്നത് അവൻ ഓൾമൈറ്റി, സർവശക്തനായ ദൈവമാണ്. അതിന്റെ 11-ാം വാക്യത്തിൽ ആ ജീവികൾ പറയുന്നത് കർത്താവേ, നീ സർവ്വം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടവിഹിതമായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ ആ സിംഹാസനത്തിലിടുന്നു. ഇവിടെ മൂപ്പന്മാരാണ് കിരീടങ്ങൾ ഇടുന്നത്. എന്നേക്ക് ജീവിച്ചിരിക്കുന്ന സിംഹാസനത്തിരിക്കുന്നവനെ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രം കൊടുക്കുമ്പോഴൊക്കെയും സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിൽ ആ മൂപ്പന്മാരും എടുത്തു പറയുന്നത് ഓമിനി പൊട്ടൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സർവശക്തി. നമ്മൾ അല്പം മുമ്പേ ചിന്തിച്ചു ഗോഡ് ഈസ് ഓമിനീഷ്യൻ, സർവജ്ഞാനിയായ ദൈവം. ഇവിടെ അവർ പറയുന്നത്, പ്രകീർത്തിക്കുന്നത് സർവശക്തനായ ദൈവം. നീ സർവ്വതും നിന്റെ ഇഷ്ടമേതുവായി സൃഷ്ടിച്ചു. അല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഒരു സൃഷ്ടിയും കാണത്തില്ല, ഒന്നും ഈ കാണത്തില്ല, നമ്മളും കാണത്തില്ല. എല്ലാം ദൈവം സൃഷ്ടിച്ചു. നമുക്ക് 115-ാം സങ്കീർത്തനം 3-ാം വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 115-ന്റെ 3-ാമത്തെ വാക്യം. Psalms 115:3. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സർവശക്തനായ സർവ അധിപനായ ദൈവം. അവർ ദൈവത്തിന്റെ സർവ ആധിപത്യത്തെ ആ ജീവികൾ പ്രഘോഷിക്കുമ്പോൾ, ആ മൂപ്പന്മാർ അത് പറഞ്ഞു വീണ് നമസ്കരിക്കുമ്പോൾ നാം ഓർക്കേണ്ട കാര്യം, അവൻ തനിക്കുള്ളതൊക്കെയും ഇഷ്ടമുള്ളതൊക്കെയും ചെയ്തു. യെരമ്യാ 32:17 പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ യഹോവേ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീത്യഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. നീ ആകാശത്തെയും ഭൂമിയെ നിന്റെ ശക്തി കൊണ്ടുണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. കാരണം എന്നാ? അവൻ സർവശക്തനായ ദൈവമാണ്, സർവ അധിപനായ ദൈവമാണ്. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. മനുഷ്യവർഗത്തെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പുഴുതൊട്ട് ആഴി, തിമിംഗലം, കൊടുങ്കാറ്റ് മുഴുവൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. യെശയ്യാവ് 40:15 വാക്യത്തിലെ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ഈ പ്രവാചകൻ ഓർപ്പിക്കുമ്പോൾ, ഇതാ ജാതികൾ, നേഷൻസ് എന്നാ പറയുന്നത്, രാഷ്ട്രങ്ങൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാശിലെ ഒരു പൊടി പോലെയും അവന് തോന്നും. അവന് ദ്വീപുകളെ ഒരു മണൽത്തരി പോലെ എടുത്തു പൊക്കുന്നു. മണൽത്തരികൾ പോലെയാണ് ദ്വീപുകൾ ഇരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തുലാശിലെ ഒരു തുള്ളി പോലെയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുന്നിൽ ഒന്നുമില്ലേ. ആകാശവും ഭൂമിയും അതിനുള്ളതൊക്കെ സൃഷ്ടിച്ച ദൈവം, അവനെല്ലാം സാധിക്കും, എല്ലാം സാധിക്കുന്ന ഒരു ദൈവം. ആവർത്തനം 32:39 നമുക്കതോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിച്ചു നോക്കാം. ആ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ദൈവം അനേക ഭാഗങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ, ആവർത്തനം 32:39 വാക്യം. 32:39 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്നിപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ ചേർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനില്ല.
ഞാൻ മാത്രമല്ലാതെ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ജീവിപ്പിക്കുന്നു, തകർക്കുന്നു, സൗഖ്യമാക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനില്ല. സർവശക്തനായ ദൈവം, കൊല്ലുവാനും ജീവിപ്പിപ്പാനും തകർക്കുവാനും സൗഖ്യമാക്കുവാനും പണിയുവാനും പൊളിക്കുവാനും അധികാരമുള്ള ദൈവം. അവന്റെ ആധിപത്യത്തിന്റെ കീഴിലില്ലാത്ത യാതൊന്നുമില്ല. കെ.വി. സൈമ സാർ പാടിയ പോലെ, ആദി അന്തവുമില്ലാതെ ഭാഗ്യവാനായി വാഴുന്ന നിനക്കെന്റെ വന്ദനം, നിനക്കെന്റെ മഹത്വം. ആരാധനയെ നമ്മൾ പാടുന്ന ഒരു പാട്ടാണ്. ആദി അന്തമില്ലാത്ത ഭാഗ്യവാനായി വാഴുന്ന, ആദിയും അന്തവുമില്ലാത്ത സകലവും തനിക്ക് സാധിക്കുന്ന സർവശക്തനായ ഒരു വലിയ ദൈവം. ആ ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്. നിനക്കെന്റെ വന്ദനം, നിനക്കെന്റെ മഹത്വം. ആരാധനയിൽ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ആ പാട്ടിൽ വാസ്തവത്തിൽ സൈമൺ സാർ അത് എഴുതിയപ്പോൾ സ്വർഗീയ ജീവികളും സ്വർഗത്തിലെ ആരാധനയുടെയും ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും സാറും അത് എഴുതിയതെന്നുള്ളത് ഞാൻ ഓർത്തു പോവുകയാണ്. പിന്നീട് അവ പ്രകീർത്തിക്കുന്ന ഒന്ന് അവന്റെ എറ്റേണിറ്റിയെ കുറിച്ചാണ്. എട്ടാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തില്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം. 1-ാം അധ്യായത്തിൽ നമ്മളത് ചിന്തിക്കുകയുണ്ടായി. ഹൂ വാസ് ആൻഡ് ഹൂ ഈസ് ആൻഡ് ഹൂ ഈസ് ടു കം എന്ന് പറഞ്ഞാൽ ത്രികാലങ്ങളിൽ ഒതുക്കി നിർത്തുവാൻ കഴിയാത്ത ദൈവം, എറ്റേണൽ ഗോഡ്. വചനത്തിൽ എത്രയോ വാക്യങ്ങളുണ്ട്. സൃഷ്ടികളൊക്കെ വസ്ത്രം പോലെ പഴകി പോകുമ്പോൾ നീയോ അനന്യൻ. സങ്കീർത്തനം 90:2, നീ അനാദിയായും ശാശ്വതമായ ദൈവമാണ്. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ഗോഡ് ഈസ് എവർലാസ്റ്റിംഗ് ഗോഡ്, എറ്റേണൽ ഗോഡ്. നമുക്ക് ആരാധനയുള്ള ബന്ധത്തിൽ ആ ദൈവത്തിന് മാറ്റമില്ല. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്, ആദിയും അന്തവുമില്ലാതെ ഭാഗ്യവാനായി വാഴുന്ന ആ ദൈവം, സർവശക്തനായ ദൈവം, അവൻ വിശുദ്ധനായ ദൈവം. ഹിസ് ബീയിങ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് ഓൾ ഹിസ് ഡീഡ്സ്. അവൻ ആരായിരിക്കുന്നു എന്നത് അവന്റെ സകല പ്രവൃത്തിയുടെയും അടിസ്ഥാനമായിരിക്കുമ്പോൾ ദൈവജനത്തിന് അവനെ മനസ്സിലാക്കുവാൻ സാധിച്ചതുകൊണ്ട് അവനെ പ്രകീർത്തിപ്പാൻ കഴിയുന്നു. രാപ്പകൽ ആ മഹത്വം മനസ്സിലാക്കി അവർ ആരാധിക്കുന്നു. ഇനിയും ഒരു ഭാഗം കൂടെ ഓർപ്പിച്ച അധ്യായം വിടുകയാണ്. 11-ാം വാക്യം നമ്മൾ എടുക്കുമ്പോൾ, കർത്താവേ, നീ സർവ്വ സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി സൃഷ്ടിക്കപ്പെട്ടതുണ്ടായതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞ് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുന്നിൽ ഇടും. അവിടെ വർത്തിനെസ് ഓഫ് ദ ലോർഡ് ദ ഗോഡ്, ദൈവത്തിന്റെ ആ വർത്തിയെക്കുറിച്ച്, നീ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. ഇത് ദൈവദാസന്മാർ ഇങ്ങനെയും പറയുന്നുണ്ട്. ഈ ഭാഗം പ്രത്യേകം എടുത്ത് ഊന്നി ഈ 2 ഭാഗത്ത് പറയുമ്പോൾ ആ കാലത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എംപറർ ഡൊമീഷ്യനാണ് ഈ യോഹന്നാനെ നാടുകടത്തുന്നത്. ഡൊമീഷ്യന്റെ ഭരണകാലത്ത് അന്നത്തെ റോമൻ ചക്രവർത്തിമാർ സാധാരണ അവര് വലിയ പ്രൊസഷൻ നടത്താറുണ്ട്. ട്രയംഫന്റ് പ്രൊസഷൻ, വിജയത്തിന്റെ പ്രൊസഷൻസ് നാട്ടിൽ കൂടെ അവർ നടത്താറുണ്ട്. ആ രാജാക്കന്മാർ എഴുന്നള്ളി പോകുമ്പോൾ അന്ന് അവരുടെ മുന്നിൽ ആളുകൾ പ്രകീർത്തിക്കും, വർത്തിയാർ ദൗ, നീ മഹത്വത്തിന് യോഗ്യനെന്ന്. ചക്രവർത്തി കടന്നു പോകുമ്പോൾ ഉറക്കെ അവർ പ്രകീർത്തിക്കുമായിരുന്നു, ദൗ ആർട്ട് വർത്തി, ദൗ ആർട്ട് വർത്തി, നീ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രകീർത്തിക്കുമായിരുന്നു. ഇന്ന് സന്ധ്യയിലെ ആ ദൈവജനം ഈ എംപറർ ഡൊമീഷ്യൻ യോഗ്യൻ എന്ന്, വർത്തിയാർ ദൗ, നീ മഹത്വത്തിന് യോഗ്യനാണെന്ന് അവർ ഒരിക്കലും പറയില്ലായിരുന്നു. അവരത് പറയാഞ്ഞത് കൊണ്ട് അവർ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. അവർ രാജ്യസ്നേഹികളല്ല എന്ന് അവരെ മുദ്രകുത്തി ഉപദ്രവിച്ചു. ഈ യോഹന്നാനെയും നാടുകടത്തി. എന്നാൽ അവര് പറയുന്നത്, ദൈവമേ, നീയാണ് സകലത്തിലും യോഗ്യൻ, നീയാണ് യോഗ്യൻ. ഇവിടെ ഈ യോഗ്യത പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലും ആരാധിക്കുമ്പോൾ ഈ പ്രതിഫലമായി ലഭിച്ച കിരീടങ്ങളെ ഈ മൂപ്പന്മാർ ആ സിംഹാസനത്തിന് മുന്നിലിട്ട് കൊടുക്കുമ്പോൾ അത് ചിന്തനീയമായ ഒരു വിഷയമാണ്. പഴയ കാലത്തിൽ ആൻഷ്യൻ വേൾഡിലെ ഒരു രാജാവ് മറ്റൊരു രാജാവിനെ പിടിക്കുമ്പോൾ, രാജ്യത്തെ പിടിക്കുമ്പോൾ, ഒരു സെറിമണിയിൽ വെച്ച് തന്നെ ഈ രാജാക്കന്മാർ, പിടിക്കപ്പെട്ട രാജാക്കന്മാർ ഈ വിജയിച്ച രാജാവിന്റെ മുന്നിൽ അവരുടെ കിരീടം കൊണ്ടിടുമായിരുന്നു. റോമൻ ചക്രവർത്തിയായ ഈ ചക്രവർത്തിമാരുടെ മുന്നിൽ നാട്ടുരാജാക്കന്മാർ, പിടിക്കപ്പെട്ട രാജാക്കന്മാരൊക്കെ അവരുടെ കിരീടങ്ങൾ കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ ഇട്ട് കുനിഞ്ഞിട്ട് കൊടുത്തിട്ട് നീ യോഗ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രകീർത്തിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പിടിക്കപ്പെട്ട രാജാക്കന്മാർ ഈ ചക്രവർത്തിയോടുള്ള ബന്ധത്തിൽ അവരുടെ ടോട്ടൽ സബ്മിഷൻ കാണിക്കുകയാണ്. സമ്പൂർണമായി ഈ വലിയ രാജാവിന് ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു. അവരുടെ കിരീടങ്ങളെ മുന്നിലിട്ട് കൊടുക്കുകയായിരുന്നു. സ്വർഗത്തിൽ പ്രതിഫലമായി ഈ മൂപ്പന്മാർക്ക് ലഭിച്ച കിരീടങ്ങൾ അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവന്റെ പാദത്തിലിട്ടുകൊണ്ട് അവനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ
അവന് പൂർണ്ണമായി അവർ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് മഹത്വം വേണ്ട, ഞങ്ങൾക്ക് ഒരു മഹത്വവും വേണ്ട, നീ സകല മഹത്വത്തിനും യോഗ്യൻ. നീ ആണ് ഞങ്ങളെ, അടുത്ത അധ്യായത്തിലതാണ്, നീയാണ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്, നീയാണ് ഞങ്ങളെ നിലനിർത്തിയത്, നീയാണ് ഞങ്ങളെ ഈ വിധത്തിൽ എത്തിച്ചത്, നീയാണ് എല്ലാത്തിനും യോഗ്യൻ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ, അവന്റെ സന്നിധിയിൽ ആ കിരീടങ്ങളെ ഇട്ടുകൊടുക്കുമ്പോൾ അവരുടെ ടോട്ടൽ സബ്മിഷൻ കാണിക്കുകയാണ്. ഇന്ന് സന്ധ്യയിൽ നമുക്ക് ഓർക്കാനായിട്ടുള്ളത്, നമ്മൾ ആരാണെന്നറിയാമോ? അവന്റെ മഹത്വം മനസ്സിലാക്കി അവന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട മനുഷ്യരാണ്. അവന്റെ മഹത്വം മനസ്സിലാക്കും തോറും അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ജീവികൾ, ആ സറാഫുകൾ, അവന്റെ മഹത്വം മനസ്സിലാക്കിയവരൊക്കെ അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആരാണ് അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തവര്? ആ റോമൻ ചക്രവർത്തിയുടെ മഹത്വം മനസ്സിലാക്കിയ ചെറിയ നാട്ടുരാജാക്കന്മാരൊക്കെ അവരുടെ കിരീടങ്ങൾ അവരുടെ മുന്നിൽ എറിഞ്ഞു കൊടുക്കുമ്പോൾ, ഇട്ടു കൊടുക്കുമ്പോൾ, അവന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമായി കൊടുക്കുന്നത് പോലെ സ്വർഗത്തിൽ ഈ വിധത്തിൽ അത് അർപ്പിച്ച് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അവന്റെ മഹത്വം മനസ്സിലാക്കിയ നമ്മളും നാം ചെയ്യുന്ന ഒന്ന്, അവന്റെ കർത്തൃത്വത്തിന് നാം വിധേയപ്പെട്ടു കൊടുക്കുക. അവന്റെ മഹത്വവും അവന്റെ വലുപ്പവും അവന്റെ ശ്രേഷ്ഠതയും നാം മനസ്സിലാക്കും തോറും കർത്താവിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്നുള്ളത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 5-ാം അധ്യായം കൂടെ നമുക്ക് ഓടിച്ചങ്ങ് അവസാനിപ്പിച്ച് അടുത്ത ആഴ്ചയോട്ട് നമുക്ക് 6-ാം അധ്യായം നമുക്ക് ആരംഭിക്കുവാനായിട്ട് ശ്രമിക്കാം. 5-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം, 4ഉം 5ഉം അധ്യായങ്ങളെ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിലെ ആരാധനയുടെ 2 വിഷയം കാണാം. 4-ാം അധ്യായത്തിൽ നീ സർവ്വം സൃഷ്ടിച്ചു, എല്ലാം നിന്റെ ഇഷ്ടമിതുവായി സൃഷ്ടിക്കപ്പെട്ടു. ദൈവം ആരാണെന്നുള്ളതും അവൻ സൃഷ്ടാവാണെന്നുള്ള വിധത്തിൽ അവനെ ആരാധിക്കുമ്പോൾ, 5-ാം അധ്യായത്തിൽ അവൻ വീണ്ടെടുപ്പുകാരനാണ് എന്ന രീതിയിൽ അവനെ ആരാധിക്കുന്നു. 4-ാം അധ്യായത്തിൽ ഹി ഈസ് വർഷിപ്ഡ് ആസ് ക്രിയേറ്റർ. 5-ാം അധ്യായത്തിൽ ഹി ഈസ് വർഷിപ്ഡ് ആസ് എ റിഡീമർ, വീണ്ടെടുക്കപ്പെട്ടവൻ എന്ന നിലയിൽ ആരാധിക്കുന്നു. ഇന്ന് നാമും അവനെ ആരാധിക്കുന്ന 2 വിഷയം, അവൻ സൃഷ്ടാവാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്. എന്നാൽ ഈ 5-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ദൈവം കാണിച്ചു തരുന്നത് 1-ാം വാക്യത്തില് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. പുസ്തകം എന്നല്ല, അതിൻ്റെ ശരിയായിട്ടുള്ള ഭാഷാന്തരം സ്ക്രോൾ എന്നാണ്. ഒരു ചുരുൾ കണ്ടു എന്നാണ്. പഴയ കാലങ്ങളിൽ നാം കാണുന്ന പോലെയുള്ള പുസ്തകങ്ങളില്ല, ചുരുളുകളായിരുന്നു. പാപ്പിറോസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട 10 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള ചുരുളുകൾ, 2 അറ്റത്തും അവ കമ്പിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അവ ചുരുട്ടി വെക്കും. വായിക്കേണ്ടിപ്പോൾ അവ നൂർത്ത് വായിക്കുകയാണ്. ഇന്നത്തെ പുസ്തകങ്ങൾ പോലെയല്ല, സ്ക്രോളുകളാണ്. അങ്ങനെയുള്ള ഒരു സ്ക്രോളാണ് ഇവിടെ കണ്ടത്. ഇത് എസെക്കിയേൽ 2-ന്റെ 9ഉം 10ഉം വാക്യങ്ങളിൽ കാണുന്ന ആ സ്ക്രോൾ പോലെയുള്ള ഒരു സ്ക്രോളാണ്, ഒരു ചുരുളാണ്. ഐ സോ എ സ്ക്രോൾ, ഞാനൊരു ചുരുൾ കണ്ടു. എന്നാൽ ഈ ചുരുൾ എന്താണെന്നും ഇതിൽ എഴുതിയത് എന്താണെന്നും ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് എന്താണെന്ന് പല അഭിപ്രായങ്ങൾ ദൈവദാസന്മാരുടെ മധ്യത്തിലുണ്ട്. ഇസ്രായേലിന്റെ ഭാവിയും രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ഭാവിയെക്കുറിച്ചാണ് എന്ന് പറയുന്നവരുണ്ട്. പഴയ നിയമ ഉടമ്പടിയാണ് ഇതിൽ എന്ന് പറയുന്നവരുണ്ട്. ഭാവി ലോക ചരിത്രം തുറക്കപ്പെടുകയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അന്ത്യകാല സംഭവങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയെന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ദൈവദാസന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചുരുളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ശരിയായിട്ട് തോന്നുന്നത്, ഇത് ഈ സ്ക്രോള് മേടിപ്പാൻ ആരാണ് യോഗ്യൻ എന്ന് സ്വർഗത്തിൽ ചോദിക്കുമ്പോൾ യോഗ്യനായ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് മൂപ്പന്മാരിൽ ഒരുത്തൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് ഇത് ഒരു ടൈറ്റിൽ ഡീഡാണ്, അല്ലെങ്കിൽ ഒരാധാരമാണ്, ഒരു വസ്തുവിന്റെ ആധാരത്തോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ കാലങ്ങളിൽ ആധാരം എഴുതുമ്പോൾ ഇതുപോലെ ആധാരം എഴുതി അകത്തും പുറത്തും മുദ്രയിട്ട് സീൽ ചെയ്ത് സൂക്ഷിക്കാറുണ്ടായിരുന്നു. വളരെ മനോഹരമായൊരു ദൃഷ്ടാന്തമാണ് ജെരമ്യാ പ്രവചനം 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ ഭാഗം നമുക്കൊന്ന് എളുപ്പം നോക്കാം. ജെരമ്യാ പ്രവചനം 32-ാം അധ്യായത്തില് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം, യെരുശലേമിനെ സൈന്യങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. ബാബിലോൺ സൈന്യം വന്ന് വളഞ്ഞിരിക്കുകയാണ്. ജെരമ്യാവിനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. വരുവാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ഈ പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ ജനങ്ങൾ വിശ്വസിച്ചില്ല. എന്നാൽ ജെരമ്യാവ്, ഈ പട്ടണം യെരുശലേം വളഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ ജെരമ്യാവിനെ ആ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു, ഈ പ്രവാചകൻ പ്രവചിച്ച കാര്യങ്ങൾ സത്യമാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ജെരമ്യാവ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. പ്രവാസത്തിൽ നിന്ന്
നിങ്ങൾ മടങ്ങി വന്ന് വീണ്ടും ഇവിടെ വിതയും കൊയ്ത്തും നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെരമ്യാവിന്റെ അടുത്ത ബന്ധുവായ ഒരുത്തൻ ചെന്ന് ജെരമ്യാവിനോട് പറയുക, നീ എന്റെ സ്ഥലം മേടിച്ചോണം. നമ്മളൊന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ ആരെങ്കിലും സ്ഥലം മേടിക്കുമോ? സ്ഥലം മുഴുവൻ ശത്രു എടുക്കാൻ പോവുക, ബാബിലോണിയർ വന്ന് എടുക്കാൻ പോവുക. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ പ്രവാചകൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്, പ്രവചിക്കുകയാണ്, ഇനിയും ഇവിടെ വിതയും കൊയ്ത്തും നടക്കുമെന്ന് പറയുമ്പോൾ നീ അങ്ങനെ മടങ്ങി വരുമെങ്കിൽ നീ ഈ സ്ഥലം മേടിക്കുക എന്നവനോട് പറയുകയാണ്. അത് താൻ മേടിക്കുന്നു. മേടിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ 32-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിക്കുന്നില്ല. അതിൻ്റെ 9-ഉം 10-ഉം വാക്യത്തിൽ വരുമ്പോൾ, അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിട്ട് വെച്ച ശേഷം ഞാൻ പണം അവന് തുലാശിൽ തൂക്കിക്കൊടുത്തു. അങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരം ഞാൻ വാങ്ങി. ഇളയപ്പന്റെ മകനായ ഹനമയേലിനും ആധാരത്തിന് ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപ്പുറമുറ്റത്ത് ഇരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണുക ആധാരം മഹസേയാവിന്റെ മകനായ നേര്യാവിന്റെ മകൻ ബരൂക്കിന്റെ പക്കൽ കൊടുത്തു. 7 സാക്ഷികളെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. 7 സാക്ഷികൾ. 7 സാക്ഷികൾ ഒരാധാരം തുറന്നതും ഒരാധാരം മുദ്രയിട്ടതുമായിരിക്കും. അത് മുദ്രയിടുമ്പോൾ 7 പേരും കൂടെ ചേർന്ന് മുദ്രയിടുകയാണ്. ആ ആധാരം പിന്നെ തുറക്കണമെങ്കിൽ ഈ 7 പേരോ അവരയച്ചിരിക്കുന്ന പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ആധാരം പിന്നെ തുറക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഇവിടെ നമ്മൾ കാണുന്നു. ഈ ജെരമ്യാവ് ഈ സ്ഥലം മേടിക്കുന്നതിന്റെ കാരണം തന്റെ ഇളയപ്പനായ മകൻ ഹനൂവേലിന്റെ സ്ഥലമാണ്. ലേവ്യർ 25:25 നിന്റെ സഹോദരനിൽ ഒരുത്തൻ ദരിദ്രനായി അവന്റെ സ്ഥലം വിറ്റാൽ വീണ്ടെടുപ്പിന്റെ പ്രമാണം അടുത്ത ചർച്ചക്കാരനാണ്. എ കിൻസ്മാനാണ് അതിന്റെ വീണ്ടെടുക്കുവാനോ വിലയ്ക്ക് വാങ്ങുവാനോ ഒക്കെയുള്ള അവകാശം. അതിനനുസരിച്ചാണ് ഇവിടെ ഈ കാര്യം നടക്കുന്നത്. നമുക്കപ്പം പഴയ നിയമ പശ്ചാത്തലം വെച്ച് ചിന്തിച്ചാൽ ഇവിടെ ഭൂമിയോടുള്ള ബന്ധത്തിൽ ഒരു ടൈറ്റിൽ ഡീഡാണ് ഈ പുസ്തകം എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ നമുക്ക് ഇറങ്ങി ചിന്തിച്ചാൽ ഈ ലോകത്തെ മനുഷ്യന്റെ കരുത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. മനുഷ്യന്റെ പരാജയം പൈശാചികന്റെ കയ്യിൽ ഇത് എത്തിച്ചേരുകയാണ്. ലൂക്കോസ് 4:5-6 വാക്യത്തിൽ സാത്താനും യേശുക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണത്തിൽ സാത്താൻ പറയുന്നുണ്ട്, ലോകത്തെയും സകല അധികാരങ്ങളെയും ക്ഷണത്തിൽ കാണിച്ചിട്ട് ഈ അധികാരമൊക്കെയും എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് അതിനെ തിരസ്കരിച്ചില്ലേ? മാത്രമല്ല എബ്രായർ 2:8 എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ അധിപനായി ഇന്ന് സാത്താൻ വാഴുകയാണ്. ഇത് മടക്കി മേടിക്കുന്ന ചിത്രമാണ് 6-ാം അധ്യായം തുടങ്ങി നമ്മൾ കാണുന്നത്. എന്നാൽ ഇത് മേടിക്കുവാൻ ഒരുത്തൻ യോഗ്യനായി കാണണം. അങ്ങനെ യോഗ്യനായ ഒരുത്തനെ കാണാഞ്ഞതുകൊണ്ടാണ് യഹൂദ പശ്ചാത്തലം അറിയാവുന്ന യോഹന്നാൻ ഉറക്കെ കരയുന്നത്. എന്താണ് യഹൂദ പശ്ചാത്തലം? ഒന്നാമത് നാം ചിന്തിച്ചു, ലേവ്യർ 25:25 അടുത്ത ബന്ധുവിനെ വീണ്ടെടുക്കുവാൻ കഴിയുള്ളൂ. മനുഷ്യകുലത്തിൽ ആരും അതിന് അവകാശികളായിട്ടില്ല. എല്ലാവരും ഒരുപോലെ പാപത്തിന്റെ കീഴിലായി മാറി. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം ഇതിന്റെ മനോഹരമായൊരു പഠനമാണ്. നവോമി എലിമേലെക്കിന്റെ വയൽ വിൽക്കുമ്പോൾ 4-ാം വാക്യത്തിൽ നീ കഴിഞ്ഞ് ഞാനുമല്ലാതെ അത് മേടിപ്പാൻ ആരുമില്ല എന്ന് ബോവസ് അടുത്ത ഒരു ബന്ധുവിനോട് ചെന്ന് പറയുന്നു. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് ബോവസ് ചോദിക്കുന്നത്, നിനക്ക് വീണ്ടെടുപ്പാൻ മനസ്സുണ്ടെങ്കിൽ വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ അറിയേണ്ടത് എന്നോട് പറയുക. നീ കഴിഞ്ഞാൽ ഞാനുമല്ലാതെ വീണ്ടെടുപ്പാൻ ആരുമില്ല. അപ്പോൾ വീണ്ടെടുക്കുവാനായിട്ട് അടുത്തൊരു ബന്ധു ഉണ്ടാകണം. 2, അടുത്ത ബന്ധുവിന് മനസ്സുണ്ടാകണം. 3, ഈ അടുത്ത ബന്ധു പറയുന്ന മറുപടി രൂത്തിന്റെ പുസ്തകം 4:6 അവൻ ഇങ്ങനെ പറയുന്നു, അതിന് വീണ്ടെടുപ്പുകാരൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല, എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ബി ഏബിൾ ടു പേ, കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ഒരുത്തനായിരിക്കണം. അപ്പോൾ 3 യോഗ്യതയുണ്ടായിരിക്കണം. 1 അടുത്ത ഒരു ബന്ധുവായിരിക്കണം, 2 മനസ്സുള്ള ഒരു ബന്ധുവായിരിക്കണം, 3 പ്രാപ്തനായ ഒരു ബന്ധുവായിരിക്കണം. ഈ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായവും രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായവും അത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളിവിടെ വായിക്കുന്ന എന്താണ്? ഈ പുസ്തകം മേടിപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ലേ. 3-ാം വാക്യം, പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ല. 3 ലോകത്തിലും ആരുമില്ല. കാരണം എന്താ? മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ, മനുഷ്യനെ കൊടുത്തത് വീണ്ടെടുക്കണമെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ടേ സാധിക്കുള്ളൂ. സ്വർഗത്തിൽ നോക്കി അവിടെ മനുഷ്യനില്ല, ഭൂമിയിൽ നോക്കി അതിന് പ്രാപ്തനായ ഒരുത്തനുമില്ല, പാതാളത്തിൽ നോക്കി ആരുമില്ല, 3 ലോകത്തിലും ആരുമില്ല. അപ്പോഴാണ്
യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവന്റെ യോഗ്യത നോക്കി. നമ്മൾ എബ്രായ ലേഖനം 2:14-15 വരെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഹി ബിക്കേം എ കിൻസ്മാൻ. അവനൊരു അടുത്ത ബന്ധുവായി, അവൻ മനുഷ്യനായി, അവൻ വീണ്ടെടുക്കുവാൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. 2, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിവർത്തിക്കട്ടെ. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ സ്വയമായി കൊടുക്കുവാൻ മനസ്സുള്ളവനായി. 3, അവൻ പ്രാപ്തനായിരുന്നു. 1 പത്രോസ് 1:18-19 നമ്മെ വീണ്ടെടുത്തത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. വീണ്ടെടുക്കുവാൻ പ്രാപ്തിയുള്ള ഒരുവൻ മാത്രം, അവൻ മാത്രം. അവന്റെ രക്തം അതിന് മതിയായിരുന്നു. അവൻ അടുത്ത ബന്ധുവായ മനുഷ്യനായി മാറി. അവൻ മനസ്സുള്ള ഒരു ബന്ധുവായി മാറി. ഈ 3 യോഗ്യതയുമുള്ള ഏക വ്യക്തി പ്രപഞ്ചത്തിൽ 3 ലോകത്തിലും കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവന്റെ മഹത്വം എന്നോർത്തേ അവനെ ആരാധിക്കുകയാണ്. അവൻ മാത്രം വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുക്കുവാൻ മറ്റാരുമില്ല. 3 ലോകത്തിലും ആരുമില്ലേ. അതുകൊണ്ടാണ് വചനത്തിൽ വായിക്കുന്നത്, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അവർ വീണ് ആരാധിക്കുമ്പോൾ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. അവൻ കൊടുത്ത വില അവന്റെ ചോരയായിരുന്നു. അവനെ പിന്നീട് ആരാധിക്കുമ്പോൾ ശക്തിയും ധനവും ജ്ഞാനവും 12 വാക്യം, അറുക്കപ്പെട്ട കുഞ്ഞാട്. അവർ അത്യുച്ചത്തിൽ, ഞാൻ ആരാധനയെക്കുറിച്ചുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മാത്രമല്ല, സമയം കടന്നു പോകുന്നു. സ്വർഗം എപ്പോഴും ആരാധനയുടെ പ്രതലമായി, പാട്ടിന്റെ പ്രതലമായി വെളിപ്പെടുത്തുകയാണ്. ഹെവൻ ഈസ് എ പ്ലേസ് ഓഫ് മ്യൂസിക്. ഹെവൻ ഈസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് സോങ്സ്. ഇവിടെ നമ്മൾ അതാ കാണുന്നത്. അവനെ പാടുന്നു. ആരൊക്കെ പാടുന്നു? നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രപഞ്ചം മുഴുവൻ പാടുന്ന ഏറ്റവും വലിയ പാട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഏറ്റവും വലിയ പാട്ട്. എന്താ അവിടെ പാടുന്ന പാട്ട്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, നോക്കിയേ, ആ 7-14 വരെയുള്ള വാക്യം വായിച്ചാൽ, അതിന്റെ 8-10 വരെ, വാങ്ങിയപ്പോൾ 4 ജീവികളും അവിടെ ആരാധിക്കുന്നത് 4 ജീവികളും 24 മൂപ്പന്മാരും. 2 11-12 വരെ, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെ മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. നമുക്ക് ആരാധിക്കുന്ന ആരാണ്? ആദ്യം 4 ജീവികളും 24 മൂപ്പന്മാരും. പിന്നീട് 11-12 വാക്യത്തിൽ അവയുടെ ചുറ്റിലും ഏറിയ ദൂതന്മാർ. ഇനിയും 13 വാക്യം, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും അവനെ ആരാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ 3 സർക്കിൾ കാണാൻ സാധിക്കും. അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുകയാണ്. അവന്റെ ചുറ്റിലുമുള്ള 4 ജീവികളും സിംഹാസനത്തിൽ ഇരിക്കുന്ന മൂപ്പന്മാരും. നമ്മൾ ഓർത്തു, അത് ദൈവസഭയാണ്. ദൈവസഭയും ഈ കെരൂബുകളും കൂടെ ചേർന്ന് ആരാധിക്കുമ്പോൾ, അവയുടെ ചുറ്റിലും ഏറിയ ദൂതന്മാർ ആരാധിക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുള്ള സകല സൃഷ്ടിയും ഒന്നിച്ചവനെ ആരാധിക്കുകയാണ്. നോക്കുക, സകല സൃഷ്ടികൾ, സകല ദൂതന്മാർ, ദൈവത്തിന്റെ സഭ എല്ലാവരും കൂടെ ആരാധിക്കുമ്പോൾ ആ ആരാധന എത്ര വലുതായിരിക്കും. അവരെല്ലാവരും ഒരുപോലെ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലഭിപ്പാൻ യോഗ്യൻ എന്ന് പാടുകയാണ്. ഹീസ് വർത്തി, ഹീസ് വർത്തി. അവരെല്ലാവരും ഒരുപോലെ പാടുകയാണ്. ഞാൻ ഓർക്കുന്നു, ഇതുപോലെയുള്ള ഒരു പാട്ട് ഒരിടത്തും നടന്നിട്ടില്ല. സകല സൃഷ്ടികളും കൂടെ ചേർന്ന് പാടുന്നു, സകല ദൂതന്മാരും പാടുന്നു, സകല സഭയും കൂടെ ചേർന്ന് പാടുന്നു, സകല ആ കെരൂബുകളും കൂടെ ചേർന്ന് പാടുന്നു. എല്ലാവരും ഒരുപോലെ കുഞ്ഞാടിനെ ആരാധിക്കുന്ന നിമിഷം, അവനെത്രയോ തിരസ്കരിക്കപ്പെട്ടവനായി, അവനെത്രയോ നിസ്സാരനായി, അവനെത്രയോ അസഭ്യങ്ങൾ പുലമ്പുന്നത് കേൾക്കുന്നവനായി, നിന്ദിക്കപ്പെട്ടവനായി. നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്ന പോലെ, നിന്നയവന്റെ ഹൃദയത്തെ തകർത്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി രക്ഷ സാധിപ്പിച്ചപ്പോൾ അവന്റെ മഹത്വത്തെ കാണുന്നവർ അവനെ ഒന്നിച്ച് ആരാധിക്കുന്ന സദം നാം സ്വർഗത്തിലെ ആരാധനയിൽ കാണുന്നു. ധൂപങ്ങൾ നിറഞ്ഞ പൊൻകലശമുണ്ട്, കിന്നരങ്ങളുണ്ട്. അവയെല്ലാം കൂടെ ചേർന്ന് പാടുമ്പോൾ അവ പാടുന്നതായി നാം കാണുന്നു. ഞാനിങ്ങനെ ഓർത്തുപോയി, ഈ പ്രപഞ്ചത്തിലും എല്ലാവരും കൂടെ ചേർന്ന് പാടുമ്പോൾ ആ കുഞ്ഞാട് അവന് വരുന്ന മഹത്വം എത്ര വലുതായിരിക്കും, എത്ര വലിയ മഹത്വം, എത്ര വലിയ സ്തോത്രവും സ്തുതികളും അവനവിടെ അർപ്പിക്കുകയാണ്. നമ്മള് ആ 9-10 വരെയുള്ള വാക്യത്തിൽ മറ്റൊരു ചിന്ത എന്റെ മനസ്സിൽ കടന്നു വന്നു. അവിടെ പാടുന്ന പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി 10-ാം വാക്യത്തിൽ, ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. They sang a new song. They sang a new song. അവർ പഴയ പാട്ടല്ല പാടുന്നത്,
സങ്കീർത്തനം 33:3 അവന് പുതിയ പാട്ട് പാടുകയും. വചനത്തിൽ അനേക പ്രാവശ്യം കാണും. സങ്കീർത്തനം 40:3, 46:1, 98:1, യെശയ്യാവ് 42:10 അവന് പുതിയ പാട്ട് പാടുകയും. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതം പുതുമയുടെ ജീവിതമാണ്. ലൈഫ് ഷുഡ് ബി ഫിൽഡ് വിത്ത് ന്യൂ ജോയ്സ്, ന്യൂ പീസ്, ന്യൂ ലവ്, ന്യൂ വിഷൻ. പുതിയ ദർശനം, പുതിയ സന്തോഷം, പുതിയ അനുഭവങ്ങൾ, പുതിയ ജീവൻ കൊണ്ട് ജീവിതം നിറയുമ്പോൾ പുതിയ പാട്ടുകൾ അവരുടെ നാവിൽ നിന്ന് കടന്നു വരും. ആ പാട്ടുകൾക്ക് ഒരു ജീവൻ ഉണ്ടാകും. നമുക്ക് നൽകപ്പെട്ടത്, ഞാൻ ഇങ്ങനെ പറയട്ടെ, കണ്ടാൽ സകലവും പുതിയത്. ഒരുത്തൻ യേശു ക്രിസ്തുവിലായാൽ അവൻ സകലവും പുതുതായി മാറുകയാണ്. ഈസ് എ ന്യൂ ക്രിയേഷൻ. നമ്മുടെ കരത്തിൽ തന്നത് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ്. സകലവും പുതുതാക്കി മാറ്റുന്നു. നമ്മെ വസിപ്പിക്കാൻ പോകുന്നത് ഒരു പുതിയ ഭൂമിയിൽ, നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു പുതിയ യെരൂശലേം. ദൈവം ഒരു പുതിയ സൃഷ്ടിക്കുന്നു. നമുക്ക് തരുന്ന അനുഭവങ്ങൾ പുതുമയുള്ളതാണ്. നമുക്ക് തരുന്ന സന്തോഷം പുതുമയുള്ളതാണ്. ഉറങ്ങി പഴയ അനുഭവങ്ങളിൽ തൂങ്ങിക്കിടക്കുവാനല്ല, ക്ഷീണിച്ച മനസ്സിന്റെ അനുഭവങ്ങളല്ല, ഉത്തേജിപ്പിക്കുന്ന സന്തോഷത്തിന്റെ പാട്ടുകൾ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. പുതിയ പാട്ട് നമ്മുടെ നാവിൽ നിന്ന് ആ പുതിയ പാട്ടിന്റെ അടികൾ ഉയരണം. നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ അനുഭവത്തിൽ നിന്ന് അവനെ പാടി സ്തുതിക്കണം. പാട്ടില്ലാത്ത ഏക സ്ഥലം നരകമായിരിക്കും. പാട്ടില്ലാത്ത ഏക സ്ഥലം. ഈ ഭൂമിയിലും പാടുവാൻ ദൈവം കഴിവ് തന്നു. പ്രപഞ്ചവും അവന്റെ ഗീതം അവരേറ്റു പാടുന്നു. സർവസൃഷ്ടിയും അവനെ മഹത്വപ്പെടുത്തുന്നു. വരുന്ന ലോകത്തിലും സകല പ്രപഞ്ചവും പാടി അവനെ സ്തുതിക്കുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടെ നീ യോഗ്യൻ. നമ്മുടെ പാട്ടിന്റെ തീം അതാണ്. നമുക്ക് നൽകിയ രക്ഷയുടെ വലിപ്പമാണ്. അവൻ കടന്നു വന്നു, അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ അതോർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം. അവൻ യോഗ്യൻ. നമ്മൾ ഓർത്തതുപോലെ അവൻ മാത്രം യോഗ്യൻ. അവൻ വന്ന് ആ ചുരുൾ കയ്യിലെടുത്തിട്ട് കുഞ്ഞാട് മുദ്രയിൽ ഒന്ന് പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ തുറന്ന് ചിന്തിക്കുകയാണ്. ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആധുനിക സംഭവങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് അടുത്ത ആഴ്ചയോട്ടൊന്ന് വിലയിരുത്തി പഠിക്കുവാൻ ശ്രമിക്കാം. പ്രാർത്ഥനയോട് കടന്നു വരാം. മാത്രമല്ല, നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഈ കർത്താവിനെ ഉത്സാഹത്തോടുകൂടെ ആരാധിക്കാം. പുതുമയോടുകൂടെ പാട്ടുപാടാം. സന്തോഷത്തോടെ അവനെ സ്തുതിക്കാം. സകലവും പുതുതാക്കി തീർത്ത കർത്താവിന് പുതിയ അനുഭവങ്ങളോടെ നമുക്ക് പാട്ടുപാടാം. അവനെ മഹത്വപ്പെടുത്താം.